നോമ്പ് തുറക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്തതിന് ശേഷം 4 ഉള്ളിയാണ് മീഡിയം സൈസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും മസാല പൗഡർ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം. നമുക്കിത് 5 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കാനുള്ളത്. വളരെ നേരത്തെ തന്നെ പരത്തിയെടുക്കണേ. ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇത് വളരെ നേരത്തെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ 5 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 5 മുട്ടയാണ്. 5 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ട ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലോണം വേവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ്. 5 എണ്ണം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമുക്കിതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ചപ്പാത്തി മാവ് മുട്ടയിൽ മുക്കി ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. അടുത്ത ചപ്പാത്തി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ചപ്പാത്തി മാവും നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൽ ബാക്കി വന്ന മുട്ടൻ്റെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കുറേ സമയമൊന്നും വെക്കണ്ട. ലോ ഫ്ലെയിമിൽ വേണേൽ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.